അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് കോഴിക്കോട് പേരാമ്പ്ര മത്സ്യ മാർക്കറ്റ്. മലിനജലം നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന മാർക്കറ്റിൽ കൊതുക് ശല്യവും കൂടി. ഇതോടെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. 80 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച കോഴിക്കോട് പേരാമ്പ്രയിലെ മത്സ്യ മാർക്കറ്റിന്റെ ദയനീയ അവസ്ഥയാണിത്. മൂക്കുപൊത്താതെ കയറാനാകില്ല. എങ്ങും നിറഞ്ഞുകിടക്കുന്ന മലിനജലം, കൊതുകുകളുടെ വിഹാര കേന്ദ്രം, രോഗം പരത്തുന്ന ഇടമായി ഈ മത്സ്യ മാർക്കറ്റ് മാറുകയാണ്. ഒന്നാമത് കൊതുകിന്റെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത് ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണ്ടേ. അതായത് ഇതിനുള്ളിൽ പോകുന്ന വേസ്റ്റ് കൊണ്ടിട്ട് പോകുന്നില്ല. അതായത് പുറത്തോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണ്ടേ. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഭയങ്കര ബുദ്ധിമുട്ടാതെ. 120ലധികം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഓരോ ദിവസവും മത്സ്യം വാങ്ങാൻ നൂറുകണക്കിന് ആളുകളും എത്തുന്നു. ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടില്ല. പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നുമില്ല. ഈ മാർക്കറ്റ് നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് കാല് വഴുതി വീഴുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന സമയത്ത് പല അപകടങ്ങൾ പല സമയത്തും ഞാൻ തന്നെ വീണിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് മാർക്കറ്റിന്റെ ഉൾവശം ഇപ്പോൾ ഉള്ളത്. അതിപ്പോ ഏതായാലും പുറത്തു വെച്ച് വിൽക്കുന്നതിൽ വലിയ ഖേദകരമായ കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളവും വെളിച്ചവുമില്ല. പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പോലും സൗകര്യമില്ല. മാർക്കറ്റിനുള്ളിൽ കച്ചവടം നടത്താൻ കഴിയാതെ വന്നതോടെ പുറത്തേക്കായി വിൽപ്പന. എന്നാൽ അതിനിപ്പോൾ അധികൃതർ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും അധികൃതരുടെ നിലപാടിൽ വലിയ പ്രതിഷേധത്തിലാണ് വ്യാപാരികൾ. ജനം, കോഴിക്കോട്.